നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു മലയാള മാസം കൂടി പിറക്കാൻ പോവുകയാണ്. മറ്റൊരു മിഥുന മാസം കൂടി പിറക്കുകയാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച മിഥുനം 1-ാം തീയതിയാണ്. ഈ ഒരു മിഥുന മാസത്തെ ജ്യോതിഷവശാൽ നോക്കിക്കാണുന്ന സമയത്ത് ചില നാളുകാർക്ക് അതീവ ശുഭകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ പല വഴിത്തിരിവുകൾക്കും കാരണമാകുന്ന ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന മാസമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക്. അതേസമയം വേറെ ഒരു 6 നാളുകാർക്ക് ഈ മിഥുനമാസം കഷ്ടകാലത്തിൻ്റെ മാസവും കൂടാണ്. കഷ്ടകാലവും ദുരിതവും കറങ്ങിയടിക്കുന്ന മാസവും കൂടാണ്. ആ ദുരിതപ്പെയ്ത്ത് ഏൽക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന 6 നാളുകളിലുള്ളവർ, ദോഷനാളുകൾ 6 വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ തന്നെ ഒന്ന് ഒഴിഞ്ഞിടുക അവരെ. ഞാൻ എന്താണ് ഒഴിയേണ്ടത്, എങ്ങനെയാണ്, എന്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഒഴിയേണ്ടതെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഈ 6 നാളുകാർ, പറയാൻ പോകുന്ന 6 നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിഞ്ഞിടണം. അത് ദോഷങ്ങൾ ഒരു പരിധിവരെ ഏൽക്കാതെ നിലനിർത്തി പോകുന്നതാണ്. അപ്പോൾ ആ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടൽ മറക്കുകയും അരുത് എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കാം ഇന്നത്തെ ഒരു അധ്യായത്തിലൂടെ ഏതൊക്കെയാണ് ഈ മിഥുനമാസത്തിൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറാൻ പോകുന്ന രാജയോഗ തുല്യമായിട്ടുള്ള രാജസൂയം വരാൻ കാത്തിരിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ദോഷം കിടന്നടിക്കുന്ന കഷ്ടകാലം കറങ്ങിയടിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും മനസ്സിലാക്കാം. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം തന്നെ 9 നാളുകാർക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ നാളുകാരെ പറ്റി പറയാം. ഓരോ നാളുകളായിട്ട് കേട്ടോളൂ. 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഈ മിഥുനമാസം അവരുടെ ജീവിതത്തിൽ തൊട്ടതൊക്കെ പൊന്നായിത്തീരുന്ന മാസമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിലും, ഏതെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ളത് ചെയ്തെടുക്കാനുള്ളത് ചെയ്യണമെങ്കിലും ആത്മാർത്ഥമായിട്ട് അതിന് പരിശ്രമിക്കൂ. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഈ പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള സമയമാണ്. ഏത് കാര്യത്തിന് മനസ്സിരുത്തി ഇറങ്ങി പുറപ്പെട്ടാലും ഒരിക്കലും ദൗർഭാഗ്യം കൊണ്ട് നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സഹായം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാസമാണ്. എല്ലാം വിജയിച്ചു വരും എന്നുള്ളതാണ്. ജീവിതത്തിലെ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും നല്ല സമയമാണ്. തിങ്കളാഴ്ച മിഥുനം പറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ജീവിതത്തിൽ ദൈവമേ എനിക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം തന്നല്ലോ ഈശ്വര എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്ന ദിവസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നോടിയാണ് ഈ മിഥുനമാസ പിറവി എന്ന് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ തൊടുന്നതൊക്കെ പൊന്നാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏത് കാര്യവും മനസ്സിരുത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ അത് വരമായി കയ്യിൽ നൽകും, അല്ലെങ്കിൽ കയ്യിൽ വരമായി വെച്ച് നൽകും എന്നുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം കാണാൻ സാധിക്കുന്നത്. അപ്പം മിഥുനം ഐശ്വര്യത്തിൻ്റെതാണ് അശ്വതിക്ക് എന്ന് പറയുന്നത്. 2-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അത്തംകാരനോ അത്തംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം എടുത്തു പറയണം, വീട്ടിനടുത്ത് ഗണപതി അമ്പലം ഉണ്ടെങ്കിൽ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട്. ഇവരുടെ നക്ഷത്ര ദേവനാണ് മഹാഗണപതി ഭഗവാൻ. ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അത്തം എന്ന് പറയുന്നത്. ഗണപതി ഭഗവാന്റെ ഒരു ചൈതന്യത്താൽ അത്തം നക്ഷത്രക്കാരന്മാർക്കും അത്തം നക്ഷത്രക്കാരികൾക്കും ഈ ഒരു മാസം രാജയോഗ തുല്യമായിട്ടുള്ള മാസമാണ്. എന്താണ് രാജയോഗ തുല്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അധികാര സ്ഥാനങ്ങൾ, ഉയർച്ചകൾ, ജീവിതത്തിൽ ധനപരമായിട്ടുള്ള മുന്നേറ്റം, ഐശ്വര്യം, സന്തോഷം, സമൃദ്ധി, കുടുംബജീവിതത്തിൽ ഭദ്രത, ഇതെല്ലാം കൈവരുന്ന, അതായത് ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലെ ദുരിതമൊഴിഞ്ഞു വരണോ അതൊക്കെ വരും എന്നുള്ളതാണ്. അത്തംകാര് ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. ആ വിഷമിച്ചിരിക്കുന്നവരോട് പറയുകയാണ്, ഈ വീഡിയോ കാണുന്നവർ തന്നെ അത്തംകാര് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് പറയുകയാണ്, ഈ ഒരു മിഥുനമാസം കഴിയുന്നതോടുകൂടി ആ ദോഷ വിഷമങ്ങളൊക്കെ തീരും. നിങ്ങളെ തേടി ജഗദീശ്വരൻ അവതരിക്കും. സാക്ഷാൽ ഗണനായകൻ മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലും ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള സന്തോഷ വാർത്തകൾ തേടിയെത്തും എന്നുള്ളതാണ്. അത്തമാണ് 2-ാമത്തെ നക്ഷത്രം. 3-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്.
നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലംകാരനോ മൂലംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം മനപ്രയാസപ്പെടരുത് എന്നുള്ളത്. കാരണം മൂലം നക്ഷത്രക്കാർ നല്ല രീതിക്ക് മനപ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനപ്രയാസങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, ജീവിതത്തിൽ പലതും കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് അല്ലെങ്കിൽ വഴുതി പോകാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് ഈ വിധി വന്നല്ലോ എന്നുള്ള രീതിയിൽ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിലവിലുണ്ട്. ആ ദുഃഖ ദുരിതങ്ങൾ, ആ മനപ്രയാസങ്ങൾ തീരാൻ പോവുക കേട്ടോ. സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് പറയുന്ന രീതിയിൽ, ഈശ്വരനായിട്ട് നടന്നതെല്ലാം നന്നായി, അല്ലെങ്കിൽ ഒരു നഷ്ടം കൊണ്ടാണല്ലോ, ആ നഷ്ടം കൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് നേട്ടം ഉണ്ടായത് എന്ന് പറയത്തക്ക രീതിയിൽ ഐശ്വര്യം ഇവരുടെ ജീവിതത്തിൽ കൊടികുത്തി വാഴും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ മിഥുനപ്പിറവി ഇവരെ സംബന്ധിച്ചിടത്തോളം, മൂലങ്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യത്തിൻ്റെ പിറവിയാണ് എന്നുള്ളതാണ്. ധൈര്യമായിരിക്കൂ, സർവം ഗംഭീരമായി കിട്ടും. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മിഥുനമാസം ധനാഗമത്തിൻ്റെ മാസമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ധനാഗമ മാസം എന്ന് പറയുന്നത്? ധനപരമായിട്ട് നല്ല രീതിയിലുള്ള നേട്ടം കൊയ്യുന്ന മാസമാണ് ഈ ഒരു മാസം, മിഥുനമാസം എന്ന് പറയുന്നത്. സാമ്പത്തിക പരാധീനതകൾ തീരുന്ന, സാമ്പത്തിക ദുരിതങ്ങൾ തീരുന്ന, ധനപരമായിട്ടുള്ള ക്ലേശം, ധനത്തിൻ്റെ വരവിലുള്ള കുറവ്, ധനപരമായിട്ടുണ്ടാകുന്ന വനപ്രയാസങ്ങൾ, കടം, ബാധ്യത, പണയം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തീർന്ന് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന മാസമായാണ് ഈ മിഥുനമാസത്തെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, വനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങളൊക്കെ ഉള്ള ഒരു നക്ഷത്രക്കാരാണ്. ആ ദുരിതങ്ങൾക്കൊക്കെ അവസാനമുണ്ടാകും. സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ കൊയ്യും. രാജയോഗ തുല്യമായിട്ടുള്ള പല അനുഭവങ്ങളും, പല നേട്ടങ്ങളും, ഒരുപാട് അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അംഗീകാരങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, ഇതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു കാലമാണ്. ധനപരമായി അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്തിന്, ജീവിതത്തിന് സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യുന്നതാണ്. ധൈര്യമായിരിക്കൂ, പൂയം നക്ഷത്രം നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതിക്കാർ ജീവിതത്തിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഷ്ടപ്പാടും ദുരിതവും കഷ്ടകാലവും കറങ്ങിയടിച്ച് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക ചോതി നക്ഷത്രം എന്ന് പറയുന്നത്. ശരിയല്ലേ? ചോദിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചെന്ന് തൊടുന്നതൊക്കെ വിനയായിട്ട് തിരിച്ച് ഇവർക്ക് നേരെ തന്നെ വരുന്ന ഒരു കാലത്തിലൂടെയാണ് ചോതി നക്ഷത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും സതുദ്ദേശത്തോടു കൂടി കയറി ഇടപെട്ടത്, അല്ലെങ്കിൽ നല്ലതിന് എന്ന് കരുതി ഇടപെട്ടത്, ഇവരുടെ കഴുത്തിന് നേരെ തന്നെ വാളായിട്ട് വന്ന് ഓങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നല്ലതെന്ന് കരുതി ചെയ്തതൊക്കെ വിനയായി മാറിയ, മനപ്രയാസത്തിന് കാരണമായ ഒരു കാലത്തിലൂടെയാണ് ചോതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചോദിക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്തതൊന്നും തെറ്റാവില്ല. നിങ്ങൾ ചെയ്തത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. അതിനേക്കാൾ ഇരട്ടിക്ക് ഭാഗ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് മാറി മറിഞ്ഞ് വരാൻ പോവുക. ദൈവമേ, അന്നത് നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ, അന്നല്ലെങ്കിൽ ആ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ ഒരല്പം കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും, ഒരല്പം വിഷമിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് ഈ സൗഭാഗ്യമെല്ലാം ഉണ്ടായത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചിന്ത പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാസമാണ് ഈ മിഥുനമാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവം ഗംഭീരമായി കിട്ടും. ജഗദീശ്വരൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാക്കും വിളി ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ജീവിക്കുന്നത് കണ്ടുകൂടാത്ത ഒരുപാട് ചുറ്റുമുള്ള ആളുകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. പ്രാക്കും വിളിയും എരിച്ചിലും ഒക്കെ ഒരുപാട് ഭരണിക്കാരുടെ മേൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ, ശത്രുക്കളെ കൊണ്ട് അനുഭവിക്കുന്നവരുമാണ് ഭരണിക്കാരെന്ന് പറയുന്നത്. പലപ്പോഴും ഭരണിക്കാർ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ ചെന്നില്ലെങ്കിലും, ആർക്കും അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു ഉപദ്രവം ചെയ്തില്ലെങ്കിലും, ഇവരുടെ ജീവിതത്തിലേക്ക് ഉപദ്രവവും ദോഷവും പ്രാക്കും വിളിയായിട്ട് വരുന്നവരുടെ എണ്ണം ചില്ലറയല്ല എന്നുള്ളതാണ്. ആ ശക്തികളിൽ നിന്നുള്ള എല്ലാ മോചനവും ഇവർക്ക് കിട്ടുന്ന ഒരു മാസമാണ് ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസം എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ജഗദീശ്വരൻ്റെ കൃപയാൽ ഈ പ്രാക്ക് വിളി, എരിച്ചിൽ, ദോഷങ്ങളൊക്കെ തട്ടിയകന്നു പോകും. ഒരു പടി മുകളിൽ ഐശ്വര്യം ഇവരുടെ ജീവിതത്തിൽ വിളങ്ങും. ആ ഐശ്വര്യത്താൽ ഇവർ ജീവിതത്തിൽ ചെന്ന് തൊടുന്നതൊക്കെ ഇവർക്ക് അനുഗ്രഹമായി തീരും. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിച്ചു വരും. ജഗദീശ്വരൻ കൂടെ നിന്ന് ഓരോ കാര്യവും നയിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു മാസമായി ഈ മിഥുനമാസം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം മാറുകയും ചെയ്യുന്നതാണ്.
എല്ലാം ഗംഭീരമാകുമെന്ന് സാരം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുടേതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ ഇതൊന്ന് നടന്നു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചതയം നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടാൻ പോകുന്ന ഒരു മാസമാണ് ഈ മിഥുനമാസം എന്ന് പറയുന്നത്. ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, ജഗദീശ്വരനോട് പറയുന്നുണ്ട്. പക്ഷേ ഭഗവാൻ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിലുണ്ട്. ഭഗവാനെ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ ജീവിതം ഒന്ന് മാറി മറിഞ്ഞേനെ, ഈ ആഗ്രഹം, ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടേനെ എന്നൊക്കെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശ്വര നടന്നു കിട്ടണേ, അത് നടന്നു കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരമായിരിക്കും ഈ മിഥുനമാസം. പക്ഷേ ഈ മിഥുനമാസത്തിൽ ഒരു അപ്രതീക്ഷിത വരമെന്നോണം, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കലണ്ടറിലോ മറ്റോ കുറിച്ചിട്ടുള്ളൂ, അത്തരത്തിലൊരു സൗഭാഗ്യം ചതയങ്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. സർവം ഗംഭീരമാകും, ജഗദീശ്വരനൊപ്പമുണ്ട്, സർവം മംഗളമായി കിട്ടുക തന്നെ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മിഥുനമാസ പിറവി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് തടസ്സങ്ങൾ നീങ്ങുന്ന മാസം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ മുടങ്ങി എടുത്തടിച്ച് മുടക്കിയ കണക്ക് ജീവിതത്തിൽ മുടങ്ങിക്കിടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെന്ന് തൊടുന്നതൊക്കെ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പാതി വഴിയിൽ നിന്ന് പോവുക, മന്ദീഭവിച്ചു പോവുക എന്നൊരു കാര്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു മകൻകാരനോ മകൻകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പല കാര്യങ്ങളും തുടങ്ങി വെച്ചത് എങ്ങും എത്താൻ നിൽക്കുന്ന ഒരവസ്ഥ. പല കാര്യങ്ങളും എന്താണെന്നറിയത്തില്ല, ചെന്ന് തൊട്ടതൊക്കെ പാതി വഴിക്ക് നിന്നു പോയൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ആ ദോഷ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആ തടസ്സങ്ങൾ നീങ്ങി ജീവിതത്തിൽ വഴി തെളിക്കപ്പെടും, സർവം മംഗളമായി തീരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിലൊരു മകൻകാരനോ മകൻകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കാൻ പറയണം. എല്ലാ തടസ്സങ്ങളും നീങ്ങി ജീവിതം ഒന്ന് പച്ചപിടിക്കുന്ന, ജീവിതത്തിൽ പ്രതീക്ഷ പുനർജനിക്കുന്ന ഒരു കാലമായിട്ടാണ് വരാൻ പോകുന്ന മിഥുനം കാണുന്നത്. നന്നായി വരും, ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വഴിത്തിരിവുകൾക്ക് സാക്ഷിയാകാൻ പോകുന്ന മാസമാണ് മിഥുനമാസം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ എത്തിപ്പെടണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് മിഥുനമാസം കാണുന്നത്. അനിഴം നക്ഷത്രക്കാരനോ അനിഴം നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ഐശ്വര്യമായിട്ട് ഈശ്വരനിൽ മനസ്സർപ്പിച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയണം. സർവം വിജയിച്ചു വരും, നിങ്ങളുടെ മനസ്സിലെ ആശങ്കകളൊക്കെ നീങ്ങും, ജീവിതം പുതിയ തീരങ്ങളിലേക്ക് അടുക്കാൻ പോവുകയാണ്, രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇതാണ് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലം. അപ്പം ഞാനിവിടെ ഏകദേശം 9 നാളുകാരെ പറ്റി പറഞ്ഞു. ഈ 9 നാളുകാർക്കും ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു മിഥുനമാസമാണ് വരാൻ പോകുന്നത്. സർവം ഗംഭീരമായി വരും, ജഗദീശ്വരൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 6 നക്ഷത്രക്കാർ, മറ്റൊരു 6 നക്ഷത്രക്കാരെ പറ്റി ഞാനിപ്പോൾ ഇവിടെ പറയാം. ഈ 6 നാളുകാർക്ക് കഷ്ടകാലം പിടിച്ച മാസമാണ് ഈ മിഥുനമാസം എന്ന് പറയുന്നത്. ചെന്ന് തൊടുന്നത് പലതും തിരിഞ്ഞുകൊത്തും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, കഷ്ടകാലം കറങ്ങിയടിക്കുന്ന ഒരവസ്ഥ, അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ അപകടം പറ്റാനുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ, ആശുപത്രിവാസം പോലെയുള്ള കാര്യങ്ങൾ, മനപ്രയാസം നൽകുന്ന വാർത്തകൾ, ജീവിതത്തിൽ പല രീതിയിലുള്ള മനപ്രയാസങ്ങൾ, രോഗക്രീഡകൾ, ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളാൽ കിടന്ന് ഉഴലാൻ പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വല്ലാതെ കിടന്ന് മനപ്രയാസം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന 6 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ നാളുകളിൽ ജനിച്ചവർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉഴിഞ്ഞിടൽ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് മറക്കാതെ ഞാൻ ഈ പറയുന്ന രീതിയിൽ അങ്ങ് ഉഴിഞ്ഞിടണം എന്നുള്ളതാണ്. എന്തിനാണ് ഉഴിഞ്ഞിടുന്നത് എന്ന് ചോദിച്ചാൽ, ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ. നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഏൽക്കാൻ വന്നാൽ ഒരു കവചമായി നിന്ന് നമുക്ക് അതിനുള്ള ഒരു ഐശ്വര്യം നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ആ ദോഷത്തിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കാനായിട്ട്, തട്ടിത്തിരിഞ്ഞ ആ ദോഷം അങ്ങ് കണ്ണിൽ കൊള്ളേണ്ടത് വിരുകത്ത് കൊണ്ടുപോയി എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന രീതിയിൽ തട്ടിത്തിരിഞ്ഞങ്ങ് പോയി ദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ്. ആ നാളുകാരെന്ന് പറയുന്നത് മകയിരം, തിരുവാതിര, ആയില്യം, ചിത്തിര, തൃക്കേട്ട, കാർത്തിക.
ഈ പറയുന്ന നാളുകളാണ്. ഏതൊക്കെയാണ്? മകയിരം, തിരുവാതിര, ആയില്യം, ചിത്തിര, തൃക്കേട്ട, കാർത്തിക. ഞാൻ ഈ പറഞ്ഞ 6 നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കാണരുത്. നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ ബാധകമായിട്ടുള്ളൊരു മാസമാണ് ഈ മിഥുനമാസം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഉപ്പുണ്ടോ? അതായത് ഉപ്പെന്ന് പറഞ്ഞാൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ സാധാരണ ഉപ്പുണ്ടല്ലോ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത്, അതായാലും മതി. കുറച്ച് ഒരു പിടി, നല്ല ഒരു പിടി കയ്യിലെടുക്കുക. കല്ലുപ്പുള്ളവർ കല്ലുപ്പ് തന്നെ എടുക്കുക. കല്ലുപ്പ് വാങ്ങാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിലും അത് വാങ്ങി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവരെ ഒഴിയണം. മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ കല്ലുപ്പ് മാത്രം മതി എന്നുള്ളതാണ്, അല്ലെ ഉപ്പ് മാത്രം മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്ലുപ്പ് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല ഒരു പിടി എടുക്കുക. എടുത്തിട്ട് ഒന്നുകിൽ നിങ്ങളാണ് ആ നാളുകാരൻ അല്ലെങ്കിൽ നാളുകാരി സ്വയം ഒഴിയണമെങ്കിൽ സ്വയം ഒഴിയുക. അതല്ല മറ്റൊരാൾക്ക് വേണ്ടി ഒഴിയണം. ഉദാഹരണത്തിന് വീട്ടിലൊരു അംഗമാണ് ഈ പറഞ്ഞ ദോഷ നക്ഷത്രത്തിൽപ്പെട്ട, ഉദാഹരണത്തിന് ആയില്യം നക്ഷത്രക്കാരൻ വീട്ടിലുണ്ട്, അവരെ ഒഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി, നിങ്ങൾ മറ്റു നാളുകാരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവരെ കൊണ്ടുപോയി അവർക്ക് നേരെ ഒഴിഞ്ഞായാലും ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളുടെ വീട്ടിൽ സ്വയം നിങ്ങൾ തന്നെയാണ് ആ നാളുകാരൻ നാളുകാരി എന്നുണ്ടെങ്കിൽ സ്വയം നിന്നുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന് നേരെ ഒഴിഞ്ഞായാലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉപ്പ് കയ്യിലെടുക്കുക. ഉപ്പ് കയ്യിലെടുത്തതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു വയ്ക്കുക. എങ്ങോട്ട് തിരിഞ്ഞു വയ്ക്കണം? കിഴക്കോട്ട്. അതായത് നിങ്ങൾ സ്വയം ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മുഖത്തിന് നേരെ ഒഴിയുക. അതല്ല നിങ്ങൾ മറ്റൊരാൾക്ക് ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ ഒഴിയപ്പെടുന്നത് ആ വ്യക്തിയെ കിഴക്കോട്ട് മുഖം തിരിച്ച് നിർത്തുക. നിങ്ങൾ അവർക്ക് അഭിമുഖമായിട്ട് നിൽക്കുക. അപ്പം നിങ്ങൾ പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്, ഒഴിയുന്ന ആൾ. അങ്ങനെ നിന്നുകൊണ്ട് അവരുടെ മുഖത്തിന് നേരെ 3 തവണ ഒഴിയുക. ഒഴിയേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം നരസിംഹായ നമ. എന്താണ്? ഓം നരസിംഹായ നമ എന്ന് ഒഴിയുക. 3 തവണ ഒഴിയണം. ഓം നരസിംഹായ നമ. ഒഴിയുന്ന സമയത്ത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഒഴിയാനായിട്ട്. എന്താണ് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഘടികാരത്തിൻ്റെ സൂചി ഓടുന്ന ദിശയിൽ 3 പ്രാവശ്യം മുഖത്തിന് നേരെ ആ ചുരുട്ടിപ്പിടിച്ച ഒരു പിടി ഉപ്പ് 3 പ്രാവശ്യം മുഖത്തിന് നേരെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓം നരസിംഹായ നമ എന്നൊഴിയുക. ഒഴിഞ്ഞല്ലോ. ഒഴിഞ്ഞിട്ട് തിരിച്ചൊഴിയുക. തിരിച്ച് 3 പ്രാവശ്യം. 3 പ്രാവശ്യം ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴിഞ്ഞിട്ട് വലത്തോട്ട് ഒഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇടത്തോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ദിശയിൽ, അതായത് ഘടികാര ദിശയുടെ നേരെ എതിർ ദിശയിൽ ഒഴിയുക. അതും 3 പ്രാവശ്യം ഒഴിയുക. ഒഴിയുന്ന സമയത്ത് മഹാലക്ഷ്മി മന്ത്രമായ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ചൊല്ലിക്കൊണ്ടൊഴിയുക. ആദ്യം നമ്മൾ ദോഷങ്ങൾ നീക്കാനുള്ള നരസിംഹമന്ത്രം ചൊല്ലി, രണ്ടാമത് ഐശ്വര്യം കൊണ്ടുവരാനുള്ള മഹാലക്ഷ്മി മന്ത്രം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ചൊല്ലിക്കൊണ്ട് തിരിച്ചൊഴിയുക 3 പ്രാവശ്യം. അപ്പം ദോഷങ്ങളെ നീക്കി മഹാലക്ഷ്മിയെ കുടിയിരുത്തി. ഇനി ഒരു പരിധി വരെയുള്ള, അപ്പോൾ തിരിച്ച് 3 പ്രാവശ്യം ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ആ കയ്യിലിരിക്കുന്ന ഒരു പിടി ഉപ്പ്, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, നേരെ പോയി പൈപ്പ് തുറന്നു വിട്ടോ അല്ലെ ഒഴുകുന്ന ജലം ഉണ്ടെങ്കിൽ ഒഴുകുന്ന ജലത്തിലോ അതങ്ങ് അലിയിച്ച് കളയുക. ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പിടി ഉപ്പ്, കല്ലുപ്പായിരിക്കും, കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് പൈപ്പ് തുറന്ന് ആ കൈ അതിലേക്ക് വെച്ച് അതിലേക്ക് അലിയിച്ചിടുക. ശേഷം ആ ഉപ്പ് പൂർണ്ണമായിട്ടും ജലം കൊടുത്ത് അലിയിച്ച് ഒഴുക്കിക്കളയുക. അത് സിങ്കിലോ അഴുക്കുവെള്ളം കളയുന്നിടത്തോ എവിടെ ആയാലും കുഴപ്പമില്ല, അത് ദോഷമൊന്നുമില്ല. അത് പൂർണ്ണമായിട്ടും അലിയിച്ചൊഴുക്കി കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കല്ലുപ്പ് തന്നെ എടുക്കാൻ പറഞ്ഞത്. സാധാരണ ഉപ്പിനേക്കാൾ കല്ലുപ്പ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഗംഭീരം എന്ന് പറയുന്നത്. അങ്ങനെ 3 തവണ മുഖത്തിന് നേരെ ക്ലോക്ക് വൈസും 3 തവണ തിരിച്ച് ഒഴിയുക. 2 മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒഴിയുക. അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം തരും. ദോഷങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ നാളുകാർ, മകയിരം, തിരുവാതിര, ആയില്യം, ചിത്തിര, തൃക്കേട്ട, കാർത്തിക നാളുകാർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിട്ടുകളയരുത്, എല്ലാവരും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാകാഴികയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.